ഹലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയ ഒരു കുഞ്ഞു യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. കുറച്ചധികം ദൂരം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോകാതെ ഒരാളെയും മാത്രമാണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ സെബാങ്കുട്ടനെ ആയിരുന്നു കൊണ്ടുപോയത്. തൊമ്മിക്കുഞ്ഞിനെ എൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചു. വണ്ടിയെ കയറിയപ്പോൾ തന്നെ സെബാങ്കുട്ടൻ ഭയങ്കര ഉഷാറായി കേട്ടോ. ഇപ്പോൾ രണ്ടുപേർക്കും വണ്ടിയെ കയറുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ആണെങ്കിലുണ്ടല്ലോ, ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ നല്ലൊരു ഇൻട്രോ ഒക്കെ കൊടുത്തായിരുന്നു. പക്ഷേ ചെറിയൊരു പണി പാളി. ഇൻട്രോ കൊടുത്തപ്പോൾ അതിൻ്റെ വോയിസ് റെക്കോർഡായില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് കേട്ടോ എനിക്കിത് മനസ്സിലായത്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്നോട് ഈ ചാൻ അപ്പോഴേ പറഞ്ഞതാണ്, നീ ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ച് നോക്ക്, വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ച് നോക്കുന്നു. പക്ഷെ ഞാൻ കേട്ടില്ല. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, എല്ലാം സെറ്റാണെന്ന്. 2 ഇൻട്രോ എടുത്തായിരുന്നു. പക്ഷെ 2ൻ്റെയും വോയിസ് ക്യാപ്ചർ ആയില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫോണ് കാറിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു. എന്തായാലും യാത്ര പുറപ്പെട്ടു. പിന്നെയാണെങ്കിലുണ്ടല്ലോ, ഇപ്പം ഞാൻ യാത്ര പോകുമ്പോഴൊക്കെ ഇവർക്ക് കഴിക്കാൻ വേണ്ട സാധനങ്ങളും കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇത്തവണ എടുത്തത് ഇങ്ങനെ നമ്മുടെ ദോശയില്ലേ, ദോശ കുഞ്ഞായിട്ട് ചുട്ടതും അതുപോലെ തന്നെ ഒരു ഹെൽത്ത് മിക്സും കൂടെ എടുത്തായിരുന്നു. കാരണം കുറച്ചധികം സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ 2 നേരത്തേക്കുള്ള ഫുഡ് കരുതിയായിരുന്നു കേട്ടോ. മംഗലാപുരത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്, മംഗലാപുരം എയർപോർട്ടിലേക്ക്. എന്താണെന്ന് ചോദിച്ചാൽ ഇച്ചാൻ്റെ അനിയത്തി, അതായത് നമ്മുടെ സെബാങ്കുട്ടൻ്റെയും തൊമ്മിക്കുഞ്ഞിൻ്റെയും കുഞ്ഞാൻറ്റി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാൻറ്റിയുടെ ഫ്ലൈറ്റ് നൈറ്റായിരുന്നു എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാൻറ്റീനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 കൂടെ ആയിരുന്നു പോയത്. പിന്നെ ചില ഷോപ്പിങ്ങും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സെബാങ്കുട്ടനാണെങ്കിൽ ഫോണിൽ ഭയങ്കര നോട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും. പിന്നെ ആണെങ്കിൽ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വെറുതെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. ഇങ്ങനെ ചായ കുടിക്കാനൊക്കെ വണ്ടി നിർത്തുമ്പോൾ ഞാൻ സാധാരണ ഇവർക്ക് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പം ആ ഹോട്ടലിൻ്റെ ആംബിയൻസിലിരുന്ന് കൊടുത്താൽ രണ്ടുപേരും കഴിക്കാനും വലിയ മടിയൊന്നും കാണിക്കാറില്ല. പിന്നെ ആണെങ്കിൽ സ്നാക്സ് ആയിട്ട് സാധാരണ നമ്മൾ പുറത്തുനിന്ന് എണ്ണപ്പലഹാരങ്ങളൊക്കെയല്ലേ കിട്ടുന്നത്, അത് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ഇനി എന്തെങ്കിലും ഒട്ടും എടുക്കാതെയൊക്കെ വന്ന് ഇവർക്ക് ഭയങ്കരമായിട്ട് വിശക്കുകയൊക്കെ ചെയ്താൽ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പം പഴംപൊരിയോ അല്ലെങ്കിൽ സുഗീനൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചു തിരിച്ചു പോന്നു. മംഗലാപുരത്തേക്ക് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. ഞങ്ങളൊരു 3 മണിയൊക്കെ ആകാറായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സാധാരണ ഇത്രയും വലിയ യാത്രകളിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർ ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത്തവണ സെബാങ്കുട്ടൻ ഒരു വഴക്കം ഉണ്ടാക്കിയില്ല. പാവ കുഞ്ഞായിട്ട് ഇരുന്നു കേട്ടോ. ഇടയ്ക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവനങ്ങനെ ഉറങ്ങിയില്ല. ഉറക്കക്ഷീണം ഉണ്ടെങ്കിലും അങ്ങനെ കയ്യിലിരുന്ന് ഉറങ്ങിയില്ല. പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ ഇവരെയും കൊണ്ട് ഞങ്ങൾ മംഗലാപുരത്തേക്ക് പലതവണ പോയിട്ടുണ്ട്. അതെല്ലാം ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് അങ്ങനെയൊന്നും അല്ലാതെ സെബാങ്കുട്ടനെയും കൊണ്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഹൈവേയിലേക്ക് കയറിയപ്പോഴത്തേക്കും റോഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം എത്തിയത് ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിലാണ് കേട്ടോ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. കാരണം അവിടെ എൻ്റെ ചേച്ചിയുണ്ട്, അതായത് ഇവരുടെ സിസ്റ്റർ ആൻറ്റി ഉണ്ട്. അപ്പോൾ സിസ്റ്റർ ആൻറ്റീനെയും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പോയത്. എന്നൊക്കെ പറഞ്ഞാലും ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമൊക്കെ വരും കേട്ടോ ഇപ്പോഴും. എന്നു വെച്ചാൽ ഇവരുണ്ടായതും ഇവരുടെ ആദ്യത്തെ ഒരു മാസമൊക്കെ ഈ ഹോസ്പിറ്റലിലായിരുന്നല്ലോ. അപ്പം ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു ഫീലാണ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് എപ്പോഴും വരുമ്പോൾ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ എപ്പോഴും ഇരുന്ന് ഓർക്കും. പക്ഷേ എന്തായാലും ഇത്തവണ വന്നപ്പോൾ സിസ്റ്റർ ആൻറ്റിയെ ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. കാരണം ചേച്ചി ക്ലാസ്സിൽ എവിടെയോ ആയിരുന്നു, അതുകൊണ്ട് വിളിച്ചിട്ട് ഫോണും എടുത്തില്ല. പിന്നെ ഞങ്ങൾ മെല്ലെ ഷോപ്പിങ്ങിന് ഇറങ്ങി. ആ ഗ്യാപ്പിൽ പിന്നെ ചേച്ചി ഓട്ടോ പിടിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുവാണ് ചെയ്തത്. സിസ്റ്റർ ആൻറ്റിയെ കണ്ടപ്പോൾ സെബാങ്കുട്ടന് ഭയങ്കര സന്തോഷമൊക്കെ ആയി. പിന്നെ സിസ്റ്റർ ആൻറ്റിയുടെ മടിയിലായിരുന്നു കുറേ നേരം. ഭയങ്കര കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഭയങ്കര എളുപ്പമായി കേട്ടോ. വീഡിയോയ്ക്കകത്ത് എൻ്റെ സെൽഫി സ്റ്റിക്കൊക്കെ കാണാം. ശരിക്കും ഞാൻ വീഡിയോ ഒക്കെ മര്യാദയ്ക്ക് എടുത്ത് പഠിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ നേരെ എയർപോർട്ടിലേക്ക് പോയി. മാംഗ്ലൂർ എയർപോർട്ട് ഒരു ടേബിൾ ടോപ്പ് റൺവേ ഒക്കെയുള്ള എയർപോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയും കുറച്ച് കയറ്റവും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോകുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോസൊന്നും നല്ല രീതിയിൽ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. പക്ഷേ ഫ്ലൈറ്റ് കുറച്ചധികം ഡിലേ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം സമയം എയർപോർട്ടിൽ പോസ്റ്റ് ആവേണ്ടി വന്നു.
10 മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ സെബാങ്കുട്ടനാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയായിരുന്നേ. അപ്പോൾ പക്ഷേയാണെങ്കിൽ അവന് കയ്യിലിരുന്നിട്ട് അങ്ങനെ അങ്ങ് ഉറങ്ങാനുള്ള ഒരു സുഖവും കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ആൾ ഇച്ചിരി ബഹളമൊക്കെ വെച്ചായിരുന്നു. അങ്ങനെ നോക്കി ഇരുന്ന് നമ്മുടെ കുഞ്ഞാൻറ്റി വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു സെബാങ്കുട്ടന് പെട്ടെന്ന് കയ്യിലോട്ട് പോകുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല, അവന് പെട്ടെന്ന് തന്നെ കുഞ്ഞാൻറ്റിയുടെ കയ്യിലോട്ട് പോയി. ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കി, അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാൻറ്റിയുടെ കയ്യിലോട്ട് പോയി. കുറേ നാൾ കൂടിയിട്ടാണ് കുഞ്ഞാൻറ്റിയെ കാണുന്നതെങ്കിലും അവന് വലിയ അകൽച്ചയൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ കൂട്ടായിട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായേ. കുഞ്ഞാൻ്റെ ആണെങ്കിലും വിളിക്കുമ്പോൾ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ എടുക്കുമ്പോഴേക്കും എൻ്റെ കൂട്ടത്തിൽ ചാടി വരുമോ ചേച്ചി എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇതിലെ രസം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞാൻ്റിയുടെ കയ്യിൽ നിന്ന് ഞാൻ തിരിച്ച് വിളിച്ചിട്ട് അവൻ എൻ്റെ കൂടത്തിൽ വന്നില്ല കേട്ടോ. കുഞ്ഞാൻ്റിയുടെ പേര് സാന്ദ്ര എന്നാണ്, ഞങ്ങൾ ഷീമാട്ടി എന്നാട്ടോ വിളിക്കുന്നത്. അതിന് ഷീമാട്ടിയുടെ കയ്യിൽ തന്നെയായിരുന്നു അവന്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. ടാറ്റാ.